ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ 15 വർഷമായി മണ്ഡലം കൈവശം വെച്ചിരിക്കുന്ന ശശി തരൂർ 4ാം ജയം ആവർത്തിക്കുമോ? കഴിഞ്ഞ 2 തവണയായി 2ാം സ്ഥാനത്ത് തുടരുന്ന ബി.ജെ.പി. ഇത്തവണ ജയിച്ചു കയറുമോ? കൈവിട്ട മണ്ഡലം ഇടതുമുന്നണി തിരിച്ചുപിടിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 3 മുന്നണികൾക്കും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ നിരവധിയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം ആർക്കെന്ന ചോദ്യമാണ് ഉയരുന്നത്. 3 തവണ മണ്ഡലം നിലനിർത്തിയ ശശി തരൂർ തന്നെ ഇത്തവണയും വിജയിച്ചു കയറും എന്ന് പറയുന്നവരുണ്ട്. സർവേ ഫലങ്ങളും ശശി തരൂരിന് അനുകൂലമാണ്. എന്നാൽ 3 തവണ ജയിപ്പിച്ച് വിട്ടിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിൽ ശശി തരൂർ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. ശശി തരൂർ വിശ്വപൗരനാണെന്നും നയതന്ത്രങ്ങളിൽ അതിവിദഗ്ധനും വിദ്യാസമ്പന്നനും ലോകമറിയുന്ന വ്യക്തിത്വവുമാണെന്ന വാദം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വാദവും ശക്തമാണ്. സർക്കാർ വിരുദ്ധ വികാരം ഒരിക്കലും ബി.ജെ.പിക്ക് ഗുണം ചെയ്യില്ല എന്നത് വ്യക്തമാണ്. കോൺഗ്രസിന് മാത്രമായിരിക്കും പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം പ്രതിഫലിക്കുക. മാത്രമല്ല, വിഴിഞ്ഞം പദ്ധതി സമരത്തിൽ സ്വീകരിച്ച നിലപാടുകളും കോൺഗ്രസിന് ഗുണം ചെയ്യും. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും സാമുദായിക പിന്തുണയും ശശി തരൂരിന് ഗുണം ചെയ്യും എന്നതിൽ തർക്കമില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും CAA പോലുള്ള വിഷയങ്ങളിലെടുക്കുന്ന നിലപാടുകളും ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്ന കണക്കൂട്ടലുകളും ശക്തമാണ്. 3ാം വട്ടവും ബി.ജെ.പിയെ അധികാരത്തിലെത്തിച്ചാൽ രാജ്യത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാകുമെന്ന് പ്രചരിപ്പിക്കുന്നവരും മണ്ഡലത്തിൽ സജീവമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 3 തവണ വിജയിപ്പിച്ചു വിട്ടിട്ടും ജനകീയ പ്രശ്നങ്ങളിൽ ശശി തരൂരിന്റെ സാന്നിധ്യം താരതമ്യേന കുറവായിരുന്നു എന്നും വിലയിരുത്തുന്നു. അതേസമയം ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ നിരവധി ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ. ബി.ജെ.പി. കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന വാദം ഉയരുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വികസനത്തിന് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും നല്ലത് എന്ന പ്രചാരണവും ശക്തമാണ്. മാത്രമല്ല, ശശി തരൂരിന് ശക്തമായ എതിരാളി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. വിദ്യാസമ്പന്നനും ധനികനും വ്യവസായ പ്രമുഖനുമാണ് രാജീവ് ചന്ദ്രശേഖർ. അതോടൊപ്പം പാർട്ടി തല സംഘടനാ സംവിധാനങ്ങൾ അനുകൂല ഘടകവുമാണ്. കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ബി.ജെ.പിയെ സംബന്ധിച്ച് ജയിച്ചു കയറുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം സ്വന്തമാക്കിയ ശശി തരൂരിനെ അട്ടിമറിക്കാൻ ബി.ജെ.പിയുടെ പ്രചരണ തന്ത്രങ്ങൾക്ക് കഴിയുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാവുകയും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തു നിന്നും ജയിച്ചു കയറുകയും ചെയ്താൽ വീണ്ടും മന്ത്രിയായേക്കുമെന്ന പ്രചാരണമാണ് ബി.ജെ.പി. നടത്തുന്നത്. ഇത് മണ്ഡലത്തിന് ഗുണം ചെയ്യുമെന്ന പ്രചാരണവും ശക്തമാണ്. അതേസമയം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 3ാം സ്ഥാനത്തായ ഇടതുമുന്നണിക്ക് മണ്ഡലത്തിൽ തല ഉയർത്തി നടക്കണമെങ്കിൽ വിജയം അനിവാര്യമാണ്. പന്ന്യൻ രവീന്ദ്രന്റെ വ്യക്തിപ്രഭാവമാണ് ഇടതുമുന്നണിയുടെ പ്രചരണായുധം. മറ്റ് 2 മുന്നണികൾക്കും അവകാശപ്പെടാനില്ലാത്ത വിധമുള്ള ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യതയാണ് പന്ന്യൻ രവീന്ദ്രന്റെ മുതൽക്കൂട്ട്. മാത്രമല്ല, ശക്തമായ പ്രചരണ സംവിധാനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ഇടതുമുന്നണിക്ക് കരുത്ത് പകരുന്നുണ്ട്. നേരത്തെ 1 തവണ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രന് അന്നു മുതലുള്ള വ്യക്തിബന്ധങ്ങൾ ഗുണം ചെയ്യുമെന്ന് കണക്കുകൂട്ടുന്നവരുമുണ്ട്. എന്നാൽ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ തിരിച്ചടിയാകുമോ എന്ന സംശയം മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിൽ 6ലും ഇടതുമുന്നണിക്കാണ് മേൽക്കൈയുള്ളത്. കോവളത്ത് വിൻസെന്റ് മാത്രമാണ് UDF പ്രതിനിധിയായിട്ടുള്ളത്. ഇത് LDFന് ഗുണം ചെയ്യുമെന്ന പ്രചാരണം ശക്തമാണ്. എന്നാൽ കാലങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പവും എന്നതാണ് മണ്ഡലത്തിൽ പൊതുവിൽ കാണുന്ന രീതി. ഇത് ഇത്തവണയും ആവർത്തിക്കുമെന്ന തരത്തിലാണ് സർവേ ഫലങ്ങൾ പുറത്തുവരുന്നത്. ഏതായാലും 3 തവണ വിജയിച്ച വിശ്വപൗരൻ വിജയം ആവർത്തിക്കുമോ? വിശ്വസിക്കാൻ കൊള്ളാവുന്ന പന്ന്യൻ രവീന്ദ്രൻ മണ്ഡലം തിരിച്ചുപിടിക്കുമോ? പുതുമുഖ സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തു നിന്നും ജയിച്ചു കയറുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.